ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇല മൈലാഞ്ചിയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചുവന്ന് കിട്ടാനും അതുപോലെ തന്നെ കുറേ കാലം ഇതിൻ്റെ ചുവപ്പ് നീണ്ടു നിൽക്കാനുള്ള ടിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ മൈലാഞ്ചി ഇല ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഉള്ള മൈലാഞ്ചി ഇലയാണ്. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ കൊമ്പ് പൊട്ടിച്ചിട്ട് ആ കൊമ്പോട് കൂടെ ഈ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ കാണിച്ചിട്ട് കഴുകിയിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ ഈസി ആയിട്ട് ഊരിയെടുക്കാനും പറ്റും. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ നമ്മൾ അതുപോലെ തന്നെ നല്ല ഇളയ ഇല തന്നെ ഇതിനെടുക്കണം. അധികമായിട്ട് മൂപ്പത്തിയ ഇല എടുക്കരുത്. അപ്പോൾ അതാ ഇലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ ജാറിൽ അരഞ്ഞ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ഇലയെ ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാ വെള്ളം വെച്ചിട്ടല്ല ഇത് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം ഇതിനായിട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതിലേക്ക് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം അതൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാത്രം വെക്കുക എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂണോളം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുവന്ന് കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഒരു 4-5 ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിച്ചെടുക്കുക. ആ ഒരു ഗ്രാമ്പൂൻ്റെയും ചായപ്പൊടിയുടെയൊക്കെ ആ ഒരു അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഇതിൻ്റെ ഈ ഒരു ചണ്ടി ഇതിലേക്ക് ചേർന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റ് അളവാണ്. ഈ ഒരു മൈലാഞ്ചിലേക്ക് ഒരു 1/2 കപ്പ് കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. അപ്പോൾ ആദ്യം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ മൈലാഞ്ചി ഇവിടെ നന്നാക്കി പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തണ്ടോ ഇലയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടിട്ടുണ്ട്. കറക്റ്റ് അളവിൽ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു അളവിലാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ പേസ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ ചുവന്ന് വേറൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. ഒരു ചുവപ്പും മെറൂണൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതിന് ഉണ്ടാവുക. നമ്മൾ ഗ്രാമ്പും ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കളറാണ്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കളറാവും ചെയ്യും. അതുപോലെ തന്നെ കുറേ കാലം നമ്മൾ ട്യൂബ് മൈലാഞ്ചിൻ്റെ പോലെ പെട്ടെന്ന് പോവില്ല. കുറേ കാലം തന്നെ ഇത് മായാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.